വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ചാലിയാറും ഇരുവഞ്ഞിപ്പുഴയും കരകവിഞ്ഞതിനു പിന്നാലെ കോഴിക്കോട് മാവൂർ ഉൾപ്പെടെ 4 പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ടുണ്ടായി. വിവരങ്ങളുമായി മാവൂരിൽ നിന്ന് ദിൽഷ തിലകൻ, തിരുവനന്തപുരത്ത് നിന്ന് അലക്സ്ര മുഹമ്മദ് എന്നിവർ ചേരുന്നു. ആദ്യം അലക്സ്ര മുഹമ്മദിലേക്ക്. അലക്സ്ര മുഹമ്മദ്, എന്തൊക്കെയാണ് കാലാവസ്ഥാ പ്രവചനം? ദിലീപ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ നൽകിയിരുന്ന മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വടക്കൻ കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയത്ത് ഇന്ന് വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യത പ്രവചിക്കുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്നുള്ളതാണ്. ഇന്ന് 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായി 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിലനിൽക്കുന്നുണ്ട്. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഈ 3 ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പായി യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. നാളെയും വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പായി യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ മഴ കനക്കാൻ സാധ്യത നിലനിൽക്കുന്നു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. തീരമേഖലയിൽ മാത്രമല്ല, കരപ്രദേശത്തും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഈ ശക്തമായ കാറ്റ് മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, മരങ്ങൾ കടപുഴകി വീണ് ഉണ്ടാകുന്നത് പോലുള്ള നാശനഷ്ടങ്ങൾക്കൊക്കെ സാധ്യത നിലനിൽക്കുന്നു. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയും ചെയ്യും. എന്താണെങ്കിലും മലയോര മേഖലയിലാണ് ജാഗ്രത വേണ്ടത്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും മലയോര മേഖലയിൽ കൂടുതൽ ജാഗ്രത ഈ മണിക്കൂറുകളിലും തുടരണം. ദിലീപ്, വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് അലക്സ്ര മുഹമ്മദ്. ഇനി മാവൂരിൽ നിന്ന് ദിൽഷ തിലകൻ കൂടി ചേരുന്നു. ദിൽഷ, മാവൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില നാശനഷ്ടങ്ങളും ഇതിനകം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ശക്തമായ മഴ തന്നെയാണ് വടക്കൻ കേരളത്തിൽ പെയ്യുന്നത്. അതിൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിലെല്ലാം തന്നെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മലയോര മേഖലകളിൽ മാത്രമല്ല, നഗര ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. അതിൽ എടുത്തു പറയേണ്ടത് മാവൂർ പ്രദേശമാണ്. കോഴിക്കോട് ജില്ലയിൽ ഒരു മഴ പെയ്താൽ ആദ്യം വെള്ളപ്പൊക്ക ദുരിതം ഉണ്ടാകുന്നത് അത് മാവൂരിലാണ്. മാവൂരിൽ വെള്ളപ്പൊക്കം കഴിഞ്ഞ 2 ദിവസം പെയ്ത മഴയിലാണ് ഇത്രയധികം വെള്ളം പൊങ്ങിയത് എന്നുള്ളതാണ്. അതിൽ 5ഓളം വീട്ടുകാരാണ് ഇപ്പോൾ മാറി താമസിച്ചിരിക്കുന്നത്. ലത്തീഫ് എന്ന മാവൂർ സ്വദേശി, കച്ചേരിക്കുന്ന് സ്വദേശിയായിട്ടുള്ള ലത്തീഫ് ഇന്നലെ തന്നെ കുടുംബവുമായിട്ട് മാറി താമസിച്ചു. മറ്റു 4 വീട്ടുകാർ അല്പസമയം മുമ്പാണ് സാധന സാമഗ്രികളെല്ലാം എടുത്ത് ബന്ധു വീടുകളിലേക്ക് അഭയം തേടിയത്. എല്ലാ വർഷവും ഇത്തരത്തിൽ മഴക്കാലമായി കഴിഞ്ഞാൽ സാധന സാമഗ്രികൾ എടുത്ത് മറ്റ് അഭയ കേന്ദ്രങ്ങൾ ആശ്രയിക്കേണ്ട ദുരിതമാണ് മാവൂർ നിവാസികൾക്കുള്ളത്. എന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് അവർ ചോദിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നഗരങ്ങളിൽ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീണ് ഒട്ടനവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ താമരശ്ശേരി ചുരം 6-7 വളവിനിടയിൽ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് കാറിന് മുകളിലേക്ക് ഒരു മരം വീഴുകയുണ്ടായി. കാറിലുണ്ടായിരുന്ന ഒരു കുട്ടിക്കാണ് പരിക്കേറ്റത്. മീനങ്ങാടി സ്വദേശിയാണ്. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിസ്സാര പരിക്കാണ്. എന്നാൽ കാറ് തകർന്ന നിലയിൽ തന്നെയാണ്. എന്തായാലും ചുരത്തിൽ അതിരൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തി മരം റോഡിൽ നിന്ന് മുറിച്ച് നീക്കം ചെയ്തു. ഇപ്പോൾ ഗതാഗത കുരുക്കിനൊരയവ് വന്നിട്ടുണ്ട്. എന്നാലും ചുരത്തിൽ വാഹനങ്ങളുടെ തിരക്കുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ, ചാലിയാറെല്ലാം തന്നെ കവിഞ്ഞ് ഒഴുകുകയാണ്. മാത്രമല്ല, ഇന്നലെ തൊട്ടിൽപ്പാലം പുഴയിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പട്ടിയാട്ട് പുഴയിലും അതുപോലെ തന്നെ ഇരുവഴിഞ്ഞിയിലും ഇന്നലെ മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. ജനവാസ മേഖലയാണ്. എന്നാൽ പ്രദേശവാസികളെ മാറ്റി താമസിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് അവിടെ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധിയാണ്. ഖനന പ്രവർത്തനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ജലാശയങ്ങളിലേക്ക്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.